6 വചനങ്ങൾ മാത്രമുള്ള 13-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഇന്ന് ധ്യാനിക്കാം. വേദനയിൽ അപേക്ഷ എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട്. മറ്റൊരർത്ഥത്തിൽ ദുഃഖിതന്റെ പ്രാർത്ഥന എന്നുള്ളത് ഇതിന്റെ ഒരു തലക്കെട്ടാണ്. വേദനയിൽ നിന്നുള്ള വിമോചനത്തിനായിട്ട് ഒരു അപേക്ഷിക്കുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന ഭാഗമായിട്ടുള്ളത്. വേദനകളുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചിലപ്പോൾ വെളിപ്പെടാതിരിക്കുന്നതിന് മുമ്പോഴുണ്ടാകുന്ന മനുഷ്യന്റെ സ്ഥിതിവിശേഷമുണ്ടല്ലോ. രാപകൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മറുപടി കിട്ടാതെ വരുമ്പോൾ ഹൃദയത്തിൽ വ്യത അനുഭവിക്കുകയും ശക്തമായിട്ടുള്ള വേദന അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് ഈ സങ്കീർത്തന ഭാഗം പറയുന്നുണ്ട്. ദൈവമേ, നീ എന്നെക്കുറിച്ച് ഉത്തരമരുളണം, നീ എന്നെക്കുറിച്ച് മറുപടി തരണം എന്ന് സങ്കീർത്തകൻ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേദനയുടെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യമാണ് മനുഷ്യൻ യാചിക്കുന്നത്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുന്ന അതിരറ്റ ദൈവത്തിന്റെ സ്നേഹത്തെ പാടി സ്തുതിക്കാനും ഈ സങ്കീർത്തന ഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ക്ലേശങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൈവിടാതെ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് യാചിക്കാം. ദൈവമേ, ഞങ്ങളുടെ വേദനകളിൽ അവിടുന്ന് കരുണയായിരിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കരുതേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൽ ദൈവം സമൃദ്ധമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.